ശ്രീ അരുൺകുമാർ. CPM-നെ സംബന്ധിച്ച് മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട്. CPI-യും അവരുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഔദ്യോഗിക തീരുമാനങ്ങൾ 26-27 തീയതികളിൽ പ്രതീക്ഷിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൽ മുന്നിലെത്തുക, അവിടെ കളം പിടിക്കുക, അതൊരു അഡ്വാൻറ്റേജ് ആക്കുക, അതാണോ ലക്ഷ്യം? ഇവിടെ CPM-ന്റെ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെയും എല്ലാം 27-ാം തീയതി മാത്രമേ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കൂ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും എല്ലാം നടക്കുകയാണ്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും സംസ്ഥാന ഗവൺമെന്റിന് അഭിമുഖീകരിക്കേണ്ടി വന്ന പലതരത്തിലുള്ള അവഗണനയും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഉപരോധവും അതുപോലെ ഗവർണർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ദേശീയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെല്ലാം ജനങ്ങളുടെ മുന്നിൽ സജീവമായിട്ടുള്ള ചർച്ചയാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 8-ാം തീയതി ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരെ അല്ലെങ്കിൽ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നയങ്ങൾക്കെതിരെ നടന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൽ ഇന്ത്യ മുന്നണിയിലെ തന്നെ 14ഓളം വരുന്ന കക്ഷികളെ അണിനിരത്താൻ കഴിഞ്ഞു. മറ്റ് 2 മുഖ്യമന്ത്രിമാർ, കേരള മുഖ്യമന്ത്രിയെ കൂടാതെ 2 മുഖ്യമന്ത്രി, അതുപോലെ കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തു. വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളടക്കം പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ നമ്മുടെ രാജ്യത്തും കേരളത്തിലും ഉള്ളത്. അന്ന് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയും കേരളത്തിൽ നിന്ന് തന്നെ ഒരു പ്രധാനമന്ത്രി വരാൻ പോകുന്നു എന്ന രൂപത്തിലുള്ള വലിയ പ്രചരണം, പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിന്റെ സാഹചര്യമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അന്നുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇവിടെ കൃത്യമായി അന്ന് BJP ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ വലിയ ശ്രമം നടത്തി BJPക്കെതിരായിട്ടുള്ള വോട്ട് ജനങ്ങൾ രേഖപ്പെടുത്തിയെങ്കിലും അത് കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കാൻ, UDF-ലേക്ക് കേന്ദ്രീകരിപ്പിക്കാൻ അന്ന് UDF-ന് കഴിഞ്ഞു, ഈ കേരളത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രി എന്ന പ്രചരണത്തിന്റെ ഭാഗമായി. എന്നാൽ ഇന്നും BJP ഈ രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കുന്ന, ഭരണഘടനയെ തകർക്കുന്ന, മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെ തകർക്കുന്ന ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളുടെ ജീവിത രീതി കൂടുതൽ ദുർബലമാക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ BJPക്കെതിരെ ദേശീയ തലത്തിലുള്ള വലിയ വികാരം വോട്ടായി മാറുകയും ആ വോട്ടിനെ പരമാവധി ഇടതുപക്ഷത്തിന് അനുകൂലമായി കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭമായാലും, യുവജനങ്ങൾ രാജ്യത്ത് തൊഴിലില്ലായ്മയ്ക്കെതിരെ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ, കർഷകർ നടത്തുന്ന ഐതിഹാസികമായിട്ടുള്ള പോരാട്ടം, അത് ലോങ് മാർച്ച് മുതലെടുത്താൽ നിരവധി പോരാട്ടങ്ങളാണ് കർഷകർ ഉയർത്തിക്കൊണ്ടുവന്നത്. തൊഴിലാളി വർഗം നടത്തുന്ന പോരാട്ടങ്ങൾ, സ്ത്രീ സംവരണ ബില്ലെന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ പറ്റിക്കാൻ നോക്കുന്ന നയങ്ങൾക്കെതിരെ, ഭാവിയിൽ എങ്ങും വരാൻ സാധ്യതയില്ലാതെ ബില്ല് നടപ്പാക്കി എന്നുള്ള പ്രചരണത്തിനെതിരായിട്ടെല്ലാം മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രചരണമെല്ലാം രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾക്ക് വലിയ തരത്തിലുള്ള അംഗീകാരം കിട്ടും. അതുപോലെ തന്നെ ദേശീയ നയത്തിനെതിരെ പ്രത്യക്ഷമായിട്ടുള്ള സമരം അത് പാർലമെന്റിനകത്തായാലും പുറത്തായാലും ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് ജനങ്ങളുടെ മുന്നിൽ വലിയ അംഗീകാരം കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് വലിയ തരത്തിൽ തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ ഞങ്ങൾ അണിനിരത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായിട്ട് തന്നെ വിശദീകരിക്കും. നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അവ കൂടുതൽ വിശദീകരിക്കുന്ന തരത്തിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള നല്ല ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ രാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്. അത് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലായിരിക്കും പ്രതീക്ഷ നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. ശ്രീ KS അരുൺകുമാർ, എന്തുകൊണ്ടാണ് 2019 സാഹചര്യമല്ല ഇപ്പോഴത്തേത് എന്ന് താങ്കൾ പറയുന്നത്? എനിക്ക് തോന്നുന്നത് വയനാട്ടിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യത എന്നതാണ്. ആ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 2019 നിന്ന് നിങ്ങളുടെ സാധ്യതകൾ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു? 2019 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് വളരെ സജീവമായിട്ടുള്ള ചർച്ച നമ്മുടെ രാജ്യത്ത് നടന്നത് നോട്ട് നിരോധനം, അതുപോലെ തന്നെ GST സൃഷ്ടിച്ച പ്രശ്നങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ അടക്കം രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾ നന്നായി തന്നെ സജീവമായിട്ടുള്ള ചർച്ചയായിരുന്നു അന്ന്. പക്ഷേ 2019 ഫെബ്രുവരി മാസം 14-ാം തീയതി പുൽവാമയിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് അന്നുവരെ ചർച്ച ചെയ്ത വിഷയങ്ങൾ മുഴുവൻ ദേശീയത എന്ന ഒറ്റ മുദ്രാവാക്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ BJPക്ക് കഴിഞ്ഞു.
2019 ഫെബ്രുവരി പകുതിക്ക് ശേഷം മാർച്ച് ഏപ്രിൽ തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം ആ പുൽവാമ മാത്രമായിരുന്നു ചർച്ച, അതിന്റെ പ്രത്യാക്രമണമായിരുന്നു ചർച്ച. അപ്പൊ അതുകൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ BJPക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാധ്യമങ്ങളുടെ വായടച്ച് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റു വിഷയങ്ങൾ ചർച്ചയാക്കാതെ മുന്നോട്ട് പോകാൻ BJPക്ക് കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ആണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വയനാട്ടിൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു. അത് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ ഉയർത്തി കാണിക്കപ്പെടുന്നു. വലിയ പ്രചരണം അതിന് കിട്ടുന്നു. ശബരിമല അടക്കമുള്ള സാഹചര്യങ്ങൾ താങ്കൾ വിശദീകരിച്ചു. ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് താങ്കൾ സൂചിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് ഇത്തവണയും രാഹുൽ വയനാട്ടിൽ തന്നെ ആയിരിക്കും മത്സരിക്കാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെടുത്തി താങ്കൾ പറഞ്ഞ സാഹചര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ലല്ലോ എന്നതാണ്. യെസ്, അത് പക്ഷെ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അന്ന് 18 സീറ്റ്, അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് 19 സീറ്റും UDFന്, 1 സീറ്റ് LDFനായിരുന്നു. പിന്നീട് മാണി കോൺഗ്രസ് LDFന്റെ ഭാഗമായി മാറിയപ്പോൾ 18-2 ഈ 18 കോൺഗ്രസിന്റെ UDFന്റെ MPമാർ ഈ കഴിഞ്ഞ 5 വർഷമായി ഈ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം. ഈ ജനങ്ങൾ 18 പേരെ അല്ലെങ്കിൽ 19 പേരെ ജയിപ്പിച്ച് വിട്ടിട്ട് കഴിഞ്ഞ 5 വർഷം ഈ കേരളത്തിന് വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിൽ അവർ എന്ത് പോരാട്ടം നടത്തി, എന്ത് ആവശ്യപ്പെട്ട് നേടിയെടുത്തു, കേരളത്തിന് എന്ത് ഗുണം കിട്ടി എന്നത് ഗൗരവമായി ജനങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നും കേരളത്തിന് കിട്ടിയിട്ടില്ല. ഒരു തരത്തിലും കേരളത്തിന് ഒരു നേട്ടമുണ്ടാക്കാൻ, പ്രത്യേകിച്ച് റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കേരളത്തിന്റെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക വിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടോ കേരളയിൽ അടക്കമുള്ള ഭാവി വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ തിരിച്ചെത്താം.